ഹലോ, അപ്പോൾ ഇതാ വീണ്ടും ഒരു പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നേ നമ്മൾ ഗുരുവായൂർ വ്ളോഗ് ഇട്ടതിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല കമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് മാങ്കാവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാങ്കാവിൽ പുതിയൊരു ലുലു മാളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ മാളിലേക്ക് എത്തുന്ന സമയത്ത് അത്ര ഒരു വലിയൊരു തിരക്കോ ബ്ലോക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊരു 3-3:30 ആകുമ്പോഴേക്കാണ് മാളിലേക്ക് എത്തിയത്. അപ്പോൾ ഒരുപാട് റീൽസിലും ആളുകളൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കാണ്, നാട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് അതൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ തിരിച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ബുദ്ധിമുട്ടി. നമ്മൾ 1-1.5 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ പെട്ടിട്ടാണ് നമ്മൾ തിരിച്ച് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ നമ്മൾ 1-1.5 മണിക്കൂറൊക്കെ എടുത്തു. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗുരുവായൂർ പോയിരുന്നില്ലേ, അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ലുലു മാളൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇത്രയും തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് വന്ന സമയത്ത് നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല. ജസ്റ്റ് മാളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ആളുകളെ തിരക്കുകൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ വിചാരിച്ച പോലെ എടുക്കാനൊന്നും പറ്റിയില്ല. ഗ്രൗണ്ട് ഫ്ലോർ മാത്രം കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ കിട്ടി. അപ്പോൾ എടുത്ത വീഡിയോസ് ഞാൻ ഇതുപോലെ അങ്ങ് ആഡ് ചെയ്തിടാം. പിന്നെ എറണാകുളം ലുലു മാളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു വലിപ്പം ഈ കോഴിക്കോട് മാളിനില്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിപ്പമുള്ളത് ഹൈപ്പർ മാർക്കറ്റാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് കോഴിക്കോട് വന്നതെന്നൊക്കെ ഒരുപാട് റീൽസിൽ കണ്ടു. അപ്പോൾ അത് സത്യം തന്നെയാണ്. നമുക്കൊരു 4-5 മണിക്കൂറൊക്കെ ചിലവഴിക്കാനുള്ളത് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നൊക്കെ പറയില്ലേ, അത്രയും സാധനങ്ങൾ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. നമുക്ക് പുറത്ത് ഒരു സാധനത്തിന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റാണുള്ളത്. അപ്പം നമ്മുടെ കയ്യിൽ ലഗേജുകളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്കിവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പ്രത്യേക ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ലഗേജുകളൊക്കെ സൂക്ഷിക്കാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആളുകൾ കൂടുതലുണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. പറ്റുന്ന പോലെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടി. അപ്പോൾ ഇതാ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഫുഡ് ഐറ്റംസിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഗ്രോസറി ഐറ്റംസിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അപ്പം നടക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയിട്ടൊക്കെയാണ് നടക്കുന്നത്. പിന്നെ കുറച്ച് തിരക്ക് കുറവുള്ളത് ഇതുപോലെ പാത്രങ്ങളുടെ ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഇതാ ഞാനും ഒരു ട്രോളിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ നോക്കി നടക്കുമ്പം കുറച്ച് വില കുറവുള്ളതൊക്കെ ഞാനും എടുത്ത് ട്രോളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ലേഡീസിന് ഇതുപോലെ പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ല. അപ്പം ഞാനും അതുപോലെ ഓരോ പാത്രങ്ങളും എടുക്കും, വിലയൊക്കെ നോക്കി മോഡലൊക്കെ നോക്കിയിട്ട് തിരിച്ചതുപോലെ വെക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സാധനത്തിന് ഓഫറൊക്കെ ഉണ്ട്. നമ്മൾ കയറി വരുന്ന ആ ഭാഗത്തൊക്കെ കുക്കർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഓഫർ പ്രൈസും ഒക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം. അപ്പോൾ ഇതുപോലെ പാത്രങ്ങൾക്ക് ഒരുപാട് ഓഫറൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പം ഇതുപോലെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ നോക്കി നടക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ പാത്രങ്ങളും നോക്കി സമയം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ സെക്ഷനിൽ നിന്നും ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നടക്കാൻ തന്നെ ഒരു രസം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത വെറൈറ്റി പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി ഭംഗിയൊക്കെ നോക്കിയിട്ട് അതുപോലെ തിരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു മഞ്ഞ ബോർഡ് കണ്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ശരിയായ പ്രൈസും ഇപ്പോൾ ഉള്ള ഓഫർ പ്രൈസും ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഓരോ സാധനങ്ങളും എടുത്ത് നോക്കിയിട്ട് ഭംഗിയൊക്കെ നോക്കിയിട്ട് അതുപോലെ തിരിച്ച് വെക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഒരുപാട് ഷോപ്പുകൾ വേറെയും ഉണ്ട്. അതുപോലെ ലൂയി, ഫിലിപ്പ്, അലൻസോളി തുടങ്ങിയ 30ഓളം ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷോപ്പുകളും ഉണ്ട്. അതുപോലെ സെക്കൻഡ് ഫ്ലോറിലാണ് ലുലു കണക്റ്റ്, ലുലു ഫാഷൻ സ്റ്റോറൊക്കെ ഉള്ളത്. നമ്മളപ്പോൾ അവിടെയൊക്കെ പോയി. പിന്നെ തേർഡ് ഫ്ലോറിലാണ് കുട്ടികളുടെ ഗെയിമിംഗ് സെക്ഷനും അതുപോലെ ഫുഡ് കോർട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, തിരക്കുകൊണ്ട് ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ക്യാമറയൊന്നും ഓണാക്കാൻ നിന്നില്ല. അപ്പോൾ ഇനിയൊരു തിരക്ക് കുറഞ്ഞ സമയത്ത് നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെയുള്ള വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വരുന്നതിൻ്റെ ആ സമയത്തുള്ളതിനേക്കാട്ടും തിരക്ക് കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 5 മണി 5:30 ആയിട്ടുണ്ടാവും.
അപ്പോൾ നമ്മൾ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലുലു കണക്റ്റിൽ വന്നിട്ട് ഒരു സ്പീക്കറൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ഒന്ന് ചുറ്റിയടിച്ച് കണ്ടു. അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾ അതൊക്കെ ഇവിടെ നിന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇതുപോലെ കുട്ടികളുടെ പരിപാടിയോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നടക്കാറുണ്ട്. അതിപ്പോൾ മിക്ക ആളുകളിലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രോഗ്രാംസൊക്കെ നടക്കുമ്പോൾ ആളുകൾ കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ പോവാൻ റെഡിയായിട്ട് ലഗേജൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ട് തന്നെ ഒരു 3-4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയമൊന്നും പോകുന്ന മനസ്സിലാവില്ല. അങ്ങനെ ഇതാ നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ കാണുന്നത് നല്ല ബ്ലോക്കാണ്. നമുക്ക് വണ്ടി മാളിലേക്ക് ഉള്ളിലേക്ക് വരുന്നതും മാളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ബ്ലോക്കാണ് ഇപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നത്. ഈ ഒരു ബ്ലോക്ക് തന്നെ നമ്മൾ തന്നെ 1.5 മണിക്കൂറോളം ഇരുന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ മാളിൻ്റെ ഗേറ്റൊക്കെ ട്രാഫിക് പോലീസ് പുറത്തുനിന്ന് ക്ലോസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു, ബ്ലോക്ക് കാരണമാണ്. അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റി വെച്ച് നമ്മളിതാ പോവാൻ റെഡിയായിട്ട് വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇരിപ്പ് തന്നെ നമ്മളൊരു 1.5 മണിക്കൂർ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പുറത്തുള്ള ബ്ലോക്ക് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലീസ് സമ്മതിക്കുള്ളൂ. അങ്ങനെ ഇതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വന്നത് ഒക്ടോബർ 2-നാണ്. അപ്പോൾ ഗാന്ധി ജയന്തി ദിവസമായതുകൊണ്ട് പബ്ലിക് ഹോളിഡേ ആണല്ലോ, അതാണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിലും വീക്കെൻഡിലൊക്കെ നല്ല തിരക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നവരാണെങ്കിൽ വർക്കിംഗ് ഡേ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത്രയും ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്